അത് സാഹിത്യമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, അതല്ലെങ്കിൽ കലാമൂല്യമുള്ള അല്ലെങ്കിൽ പുരോഗമനപരമായ ആശയങ്ങളുള്ള ഏതൊരു കാര്യത്തിൻ്റെയും മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ പ്രവാസി കൂട്ടായ്മ കൽക്കത്ത, അത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ പ്രവാസി സമൂഹങ്ങളെ നോക്കുന്ന സമയത്ത് മഹത്തായ ആശയങ്ങൾ വെക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് നെഞ്ഞത്ത് കൈവച്ച് പറയാൻ കഴിയും. കഴിഞ്ഞ 10-18 വർഷങ്ങളായിട്ട് കേരളത്തിൽ MT വാസുദേവൻ നായരാൽ കൊടുക്കപ്പെടുന്ന ഒരു പുരസ്കാരമുണ്ട്. ഒന്നിടവിട്ട വർഷങ്ങളിൽ കഥയ്ക്കും കവിതയ്ക്കും പ്രഗത്ഭരായ എഴുത്തുകാരെ, കവികളെയും സാഹിത്യകാരന്മാരെയും തിരഞ്ഞെടുത്തുകൊണ്ട് കേരളത്തിൽ കഴിഞ്ഞ 18 വർഷമായിട്ട് നടക്കുകയാണ്. തുഞ്ചൻ പറമ്പിൽ MTയുടെ കയ്യിൽ നിന്നും MT തീരുമാനിക്കുന്ന ജൂറി, MT തന്നെയാണ് കഥകളും കവിതകളും ക്ഷണിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു മഹത്തായ ഒരു കാര്യം കേരളത്തിൽ ഇത്രയും വർഷമായിട്ട് നടക്കുന്നത് കൽക്കത്തയിലെ പ്രവാസി സമൂഹത്തിൻ്റെ, ഇന്നത് കൈരളി സമാജമാണ് ചെയ്യുന്നത് എങ്കിലും കൈരളി സമാജവും കൽക്കത്തയിലെ മലയാളികളെ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മഹത്തായ കാര്യങ്ങൾ കൽക്കത്തയിൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നമ്മുടെ പ്രതിബദ്ധതകൾ, സാംസ്കാരികമായ പ്രതിബദ്ധതകൾ നമ്മൾ കേരളത്തിലും, കൽക്കത്ത പ്രവാസി സമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിലുള്ള പ്രവാസി സമൂഹത്തിനെ പോലെയല്ല, നമ്മൾ കേരളത്തിലെ സാംസ്കാരിക കാര്യങ്ങളിലും ഇടപെടുന്നു. ഇതൊരു വലിയ അഭിമാനകരമായിട്ടൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയട്ടെ. പുരോഗമന കലാസാഹിത്യ സംഘവും കൈരളി സമാജവും കൈകോർത്തുകൊണ്ട് നടത്തുന്ന ഇത്തരം പരിപാടികൾക്ക് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. സുഷ്മേഷ് ചന്ദ്രബോസിന്റെ വെളിച്ചെണ്ണ മാത്രമല്ല, ഇനിയും വരാൻ പോകുന്ന, കാരണം കൽക്കത്തയിലുണ്ട് വളർന്നു വരുന്ന എഴുത്തിനോട് വളരെയധികം ആഭിമുഖ്യമുള്ള കഴിവുള്ള പലരെയുമുണ്ട്. ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയട്ടെ. കലാകാരന്മാരെയും കലയെയും സാഹിത്യത്തിനും വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഇനിയും ഒരുപാട് നടക്കട്ടെ.